പ്രിയപ്പെട്ട ഇടതുപക്ഷം ഹൃദയപക്ഷം കൂട്ടായ്മയുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ, ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും വിട്ടുപോകാനിടയില്ലാത്ത, വേർതിരിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ആധുനിക കേരളത്തെ രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അനുസ്മരണം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ച എത്ര കണ്ട് മാറിപ്പോയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. പ്രൊഫസർ മുണ്ടശ്ശേരി മാഷയുടെ ഓർമ്മകളെ നമ്മുടെ നാട് വീണ്ടും വീണ്ടും ഏറ്റെടുക്കുമ്പോൾ കേരളം കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ നടത്തുന്ന ഒരു പ്രഖ്യാപനം കൂടിയായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. കാരണം ചരിത്രത്തിൽ പല വ്യക്തികളും പല വ്യക്തിത്വങ്ങളും നിരാകരിക്കപ്പെട്ട് തമസ്കരിക്കപ്പെട്ടു പോകുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലും അല്ലെങ്കിൽ മറ്റു ഏതെല്ലാം മേഖലകളിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ഇടപെട്ട ആളുകളുണ്ടോ അതിനെയെല്ലാം തകർക്കുക എന്ന ലക്ഷ്യവുമായി വലിയൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിനകത്ത് അവശേഷിക്കുമ്പോൾ, മറ്റൊരു വിഭാഗം അതിനെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തു എന്ന് പറയുന്നത് തന്നെ വലിയ സമരമായി, ഒരു പോരാട്ടമായി മാറുന്ന ഒരു കാലം കൂടിയാണ് നമ്മുടെ കാലം. അവിടെയാണ് മുണ്ടശ്ശേരി മാഷെ അനുസ്മരിച്ചുകൊണ്ട് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന കൂട്ടായ്മ ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ച് ആ പരിപാടിക്ക് ആദ്യമായി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നമുക്കറിയാം, മുണ്ടശ്ശേരി മാഷയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ചരിത്രത്തിൽ നിന്നും അടർത്തിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരധ്യായം എന്ന് പറയുന്നത് കേരളം രൂപോത്കൃതമായി പുതിയ ഒരു മന്ത്രിസഭയുണ്ടാകുകയും ഒരു സർക്കാരുണ്ടാകുകയും ആ സർക്കാരിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുകയും അതിൽ തന്നെ ഏറ്റവും വിപ്ലവകരമായ, ഒരുപക്ഷെ ശത്രുക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിവാദപരമായ ഒരു ബില്ല് പാസാക്കി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി മുന്നോട്ട് വന്ന വ്യക്തിയായിട്ടാണ് നമുക്ക് മുണ്ടശ്ശേരി മാഷെ ചരിത്രത്തിൽ നിന്നും എളുപ്പത്തിൽ ഒറ്റനോട്ടത്തിൽ കാണാൻ വേണ്ടി കഴിയുക. എന്നാൽ കേരളത്തിനകത്തെ നവോത്ഥാന പോരാട്ടങ്ങളുമായി ചേർത്ത് വെക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയായ വ്യക്തി എന്നാണ് എനിക്കതിനെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഒരു കേവലപ്പെട്ടൊരു വിദ്യാഭ്യാസ ബില്ലോ അല്ലെങ്കിൽ കേവലപ്പെട്ടൊരു വ്യത്യസ്തതയാർന്ന അല്ലെങ്കിൽ പുതുമയാർന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതിലോ അല്ല മുണ്ടശ്ശേരി മാഷ് ഒരു വിദ്യാഭ്യാസ ബില്ലിലേക്ക് കടന്നത്. വിദ്യാഭ്യാസം നമ്മുടെ നാടിനകത്തെ കുട്ടികൾക്ക് അന്യവൽക്കരിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിയുകയും, അന്യവൽക്കരിക്കുക മാത്രമല്ല അത് ജാതീയപരമായി മതപരമായി മനുഷ്യനെ വേർതിരിച്ചുകൊണ്ട് നൽകപ്പെടുകയും ചെയ്യുകയും, ഒപ്പം ഒരു സമൂഹത്തിനകത്ത് നിൽക്കുന്ന ജീർണ ചിന്തകളായിട്ടുള്ള വിവേചന ചിന്തകളും എല്ലാം തുടച്ചു നീക്കണമെങ്കിൽ സമൂഹത്തിനകത്ത് വിദ്യാഭ്യാസം എന്നത് എല്ലാവർക്കും ലഭിക്കേണ്ടതാണെന്നും അത് പണം മുടക്കി വാങ്ങുന്ന കച്ചവട താല്പര്യത്തിനപ്പുറത്ത് അത് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമായി
നമ്മുടെ സമൂഹത്തിനകത്ത് രൂപപ്പെടണമെന്നും നല്ല ലക്ഷ്യബോധ്യത്തോടു കൂടി തിരിച്ചറിവിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മുണ്ടശ്ശേരി മാഷ ബില്ല് തയ്യാറാക്കുന്നത്. ഇന്നത്തെ കേരളത്തിന് ഇന്ന് നിലനിൽക്കുന്ന ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചെങ്കിൽ മറ്റു പല ഘടകങ്ങളും അതിപ്രധാനമായതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട അതിപ്രധാനമായൊരു പ്രവർത്തനത്തിനാണ് മുണ്ടശ്ശേരി മാഷ് നേതൃത്വം കൊടുത്തതും ഇന്നലകളിൽ ജീവിച്ചു പോയ ഓരോ മനുഷ്യരും സാക്ഷ്യം വഹിച്ചതും എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്ന് നമുക്കറിയാം, ഇന്ന് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ നമുക്ക് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. കാരണം കേരളം പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പൊതുവിദ്യാഭ്യാസത്തെ സൗജന്യവൽക്കരിച്ച് സൗജന്യമായി മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം എന്ന സമ്പ്രദായം നമ്മുടെ സമൂഹത്തിനകത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ബീഹാറിനെ പോലെ, രാജസ്ഥാനിനെ പോലെ, ഉത്തർപ്രദേശിനെ പോലെ, ഗുജറാത്തിനെ പോലെ ഒരുപക്ഷെ അതിനേക്കാൾ മോശമായ ജീവിത നിലവാരത്തിൽ, സാമൂഹിക അന്തരീക്ഷത്തിൽ, എല്ലാ തലമെടുത്താലും വിവേചനത്തിൻ്റെ, വിരോധങ്ങളുടെ, അക്രമങ്ങളുടെ, മനുഷ്യത്വമില്ലായ്മയുടെ എല്ലാത്തിൻ്റെയും അളവിൽ ഒരുപക്ഷെ കേരളം മികച്ചതായി നിൽക്കുന്ന നിലയിലേക്ക് നമ്മൾ മാറിയേനെ. എന്നാൽ EMSൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുകയും EMSൻ്റെ നേതൃത്വത്തിൽ ആ സർക്കാർ നടപ്പിലാക്കിയ രണ്ട് പ്രധാനപ്പെട്ട ഇടപെടൽ എന്ന് പറയുന്നത്, ഒന്ന് കൃഷിഭൂമി കർഷകന്, അതായത് ഭൂമിയില്ലാത്തവന് ഭൂമി നൽകുന്ന പ്രവർത്തനവും മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലുമാണ്. ഈ രണ്ട് പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിലെ മനുഷ്യനെ വലിയ തോതിൽ മാറ്റി തീർത്തു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും, എല്ലാ സാമൂഹിക സൗഹൃദങ്ങളും, എല്ലാ സാമുദായിക സൗഹൃദങ്ങളും, എല്ലാ വളർച്ചയും ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ്. അതിനു മുന്നേ നടന്ന നവോത്ഥാന പോരാട്ടങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമൊക്കെ വേറെ തലത്തിലാണ്. അതിനെ നമുക്കിതിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയുമെങ്കിലും നവോത്ഥാന പോരാട്ടങ്ങളുടെ ഒക്കെ തുടർച്ചയായിട്ടാണ് ഈ പറഞ്ഞ 57 EMSൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ നിന്ന് നമ്മുടെ നാടിനകത്ത് ഇത്തരം ഒരു മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷെ ആ മാറ്റത്തെ പിന്തുടർന്നുകൊണ്ടാണ് പിന്നീടുള്ള 57 മുതൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെയുള്ള കേരളത്തിനകത്തെ മാറി മാറി ഭരിച്ച സർക്കാരുകളാകട്ടെ, രാജ്യത്തിനകത്തെ കേരളത്തെ മാതൃകയാക്കി ഏറ്റെടുത്ത മറ്റു സംസ്ഥാനങ്ങളാകട്ടെ, ലോകത്തിനകത്തെ സമ്പന്ന രാഷ്ട്രങ്ങളെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രങ്ങളാകട്ടെ, ഇവയെല്ലാം നമ്മളെ മാതൃകയാക്കി മുന്നോട്ട് കൊണ്ടുപോയതെല്ലാം ഇതിൻ്റെ തുടർച്ചയിൽ നിന്നാണ്. ഇന്ന് നമ്മൾ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും സന്തുഷ്ടരായിട്ടുള്ള ജനങ്ങളായിട്ട് നമ്മൾ സ്വയം കാണുന്നുണ്ടാവും. നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മൾ ഭാഗ്യവാന്മാരായി ഇപ്പോഴും ഏത് നിമിഷവും ഇന്നും മാറ്റമില്ലാതെ നമ്മുടെ മനസ്സിൽ ആ ചിന്ത തുടരുന്നുണ്ടാവും. നമ്മുടെ നാടിനകത്ത് ഒരു കുറവുമുള്ളതായി നമുക്ക് തോന്നാറില്ല. സാധാരണ എല്ലാവർക്കും എല്ലാവരുടെയും നാട് ഇഷ്ടപ്പെട്ടതായിരിക്കാം. പക്ഷെ സ്വാതന്ത്ര്യത്തെ പറ്റി, അവകാശബോധത്തെപ്പറ്റി, മനുഷ്യൻ്റെ മാനുഷികമായ ബോധനിലവാരത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് കേരളവും മറ്റു സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കുക. ആ വ്യത്യസ്തത വലിയ രീതിയിൽ നമ്മുടെ കേരളത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മുണ്ടശ്ശേരി മാഷ് വലിയൊരു ഇടപെടലാണ് സഹകരണ പ്രസ്ഥാനത്തിലുണ്ടായ ഒരു ഇടപെടൽ. സഹകരണ പ്രസ്ഥാനം ഇന്ന് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ
എത്രമാത്രം നിലനിർത്തിക്കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാടിനകത്ത് സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി വർത്തമാന കാലഘട്ടത്തിനകത്ത് രാഷ്ട്രീയ ശക്തികളും മതവർഗീയ ശക്തികളും ഫാസിസ്റ്റ് ശക്തികളും ഒക്കെ നടത്തിയ ശ്രമം നമുക്കറിയുന്നുണ്ടാവും. നമ്മൾ മറന്നുപോയിട്ടുണ്ടാവില്ല. കേരളത്തിലെ സഹകരണ മേഖലയെ എങ്ങനെ തകർക്കാം എന്നതിൻ്റെ വലിയൊരു ഇടപെടൽ നമ്മുടെ നാടിനകത്ത് നമ്മുടെ രാജ്യത്തെ ഭരണകൂടം തന്നെ നേരിട്ട് ഈ കൊച്ചു സംസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി പദ്ധതിയിട്ടതും നമ്മൾ മറന്നുപോയിട്ടുണ്ടാവില്ല. ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഒരു കൊച്ചു സംസ്ഥാനത്തെ തകർക്കാൻ ലക്ഷ്യം വെക്കുന്നത് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കിയാൽ തീർച്ചയായും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്ന് വിദ്യാഭ്യാസ മേഖലയും മറ്റൊന്ന് സഹകരണ മേഖലയുമാണ്. രാഷ്ട്രീയമായി ആശയപരമായി തകർക്കാൻ കഴിയാത്ത, നേരിടാൻ കഴിയാത്ത, പ്രതിരോധിക്കാനോ മറികടക്കാനോ കഴിയാത്ത ഒന്നായി നമ്മുടെ നാടിനകത്ത് സഹകരണ മേഖലയും വിദ്യാഭ്യാസ മേഖലയും മാറി. സ്വാഭാവികമായും ഫാസിസ്റ്റ് ശക്തികളും ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രദേശത്തെയോ നാടിനെയോ അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു സർക്കാരിനെയോ തകർക്കണമെങ്കിൽ, രാഷ്ട്രീയമായി ഇല്ലാതാക്കണമെങ്കിൽ ആ നാടിൻ്റെ വളർച്ചയെ തകർക്കണം. ആ നാടിൻ്റെ വളർച്ചയെ തകർക്കാൻ അവർ ലക്ഷ്യം വെച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് സഹകരണ പ്രസ്ഥാനം, ഒന്ന് വിദ്യാഭ്യാസ മേഖലയുമാണ്. അപ്പോൾ തന്നെ നമുക്ക് ആ രണ്ട് ഇടപെടലിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ബോധ്യം നമുക്കുണ്ടാവും. ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ എമ്പാടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് PM ശ്രീ എന്ന ഒരു വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. രാജ്യത്തിനകത്ത് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന നിലയിൽ ഒരു നയമുണ്ടാക്കുകയും ആ നയം സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും അത് അടിച്ചേൽപ്പിക്കുന്നതിലൂടെ രണ്ട് ലക്ഷ്യമാണ് രാജ്യത്തെ സർക്കാർ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ ലക്ഷ്യം ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണം കൈയാളുന്ന കേരളത്തിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് അനുവദിക്കാൻ നമ്മൾ ഇനിയും പോകുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയമായി തകർക്കുക എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ കാരണം, വിദ്യാഭ്യാസ മേഖലയെ തകർക്കണമെങ്കിൽ ആദ്യം അവർ മുന്നോട്ട് വെച്ച് സ്വാഭാവികമായും ചരിത്രത്തെ നിരാകരണം ചെയ്യുക എന്നതാണ്. ചരിത്രം നമ്മൾ പഠിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്, സ്കൂളുകളിലൂടെയാണ്. സ്കൂളുകൾക്ക് ശേഷമേ നമ്മൾ ചരിത്ര പുസ്തകങ്ങളെ കുറിച്ച് വായനാശീലത്തിലേക്ക് വന്ന് മറ്റു മനുഷ്യർ പഠിക്കുന്നുള്ളൂ. സിനിമകളിലൂടെയായാലും നാടകങ്ങളിലൂടെയായാലും പാട്ടുകളിലൂടെയായാലും ചരിത്രത്തെ പഠനവിധേയമാക്കുന്നത് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ്. എന്നാൽ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെക്കുറിച്ച് ഈ ലോകത്തിനകത്ത് നാം ഏറ്റെടുക്കേണ്ടതായ മനുഷ്യ മൂല്യങ്ങളുടെ, മനുഷ്യ വളർച്ചയുടേതായ പാഠ്യ പദ്ധതികളെക്കുറിച്ച്, വിഷയങ്ങളെക്കുറിച്ച് എങ്ങനെ അതിൽ ഒരു വരേണ്യ സ്വഭാവത്തെ കടന്നു കയറ്റാം, എങ്ങനെ തങ്ങളുടെ ലക്ഷ്യത്തെ, മുന്നേറ്റത്തെ തകർക്കുന്ന പഠന സ്വഭാവത്തെ ഇല്ലാതാക്കാം എന്നതാണ് ചരിത്രത്തെ നിരാകരിക്കുന്നതിലൂടെ സംഘപരിവാർ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ടാണ് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ ഭരണകൂടം പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെക്കുറിച്ചോ കൊലപാതകിയെക്കുറിച്ചോ രക്തസാക്ഷിത്വത്തെക്കുറിച്ചോ പഠനങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നത്. അതുകൊണ്ടാണ് മുഗൾ ചക്രവർത്തിമാരെക്കുറിച്ചുള്ള പഠനത്തെ ഒഴിവാക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്കകത്തെ ഏറ്റവും പരമപ്രധാനമെന്ന് പറയുന്ന ഭരണഘടനയുടെ ആമുഖത്തെ ഒഴിവാക്കി അവയെ പഠനത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതവിഭാഗങ്ങളെ
വേർതിരിച്ചുകൊണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്നവരുടെ ചരിത്ര നിർമ്മിതികളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനെല്ലാം ഓർമ്മകളിൽ പോലും സൂക്ഷിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ചരിത്രം എന്ന് പറയുന്നത്, ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് നിസാരമല്ല. നമ്മൾ ഇന്ന് മുണ്ടശ്ശേരി മാഷയെ ഓർക്കുന്നുണ്ടെങ്കിൽ ആ ഓർമ്മയിൽ തെളിയുന്നത് ഈ നാടിനകത്ത് നടത്തിയ പോരാട്ടത്തെക്കുറിച്ച് മാത്രമായിരിക്കും, തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് തുടർക്കാലങ്ങളിൽ ഈ സമൂഹത്തെ നമുക്ക് തകർക്കാൻ വേണ്ടി കഴിയില്ല എന്ന ബോധ്യമാർക്കുണ്ട്. സംഘപരിവാരത്തിനും ഫാസിസ്റ്റ് ശക്തികൾക്കുമുണ്ട്. ആ ബോധ്യം കേവലപ്പെട്ട ബോധ്യമല്ല. ഈ ലോകത്തിനകത്ത് അവർ പഠിച്ചെടുത്തതാണ്. അത് രാജ്യത്തിനകത്ത് പല ഫാസിസ്റ്റ് ശക്തികളും നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് രാഷ്ട്രീയമായി മേൽക്കൈ എങ്ങനെ ഉണ്ടാക്കണം എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് അവർ അത്തരത്തിലൊരു പദ്ധതിയിലേക്ക് കടക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും കുട്ടികൾ ഏതെങ്കിലും ചരിത്രം പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സ്കൂളുകൾ ദിവസേന അടച്ചുപൂട്ടുകയാണ്. കുട്ടികൾ പഠിക്കുന്നില്ല. പഠിക്കാത്ത കുട്ടികളുടെ പാഠപുസ്തകത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അവിടങ്ങളിൽ സ്കൂളുകളിൽ കുട്ടികൾ ചേരുന്നില്ല. ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ ചേർന്ന് 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്തിനകത്ത് അത് 50% കുറയുന്നു. 10ാം ക്ലാസ് പൂർത്തിയാക്കുന്നില്ല. +2ലേക്ക് എത്തുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അത് അതിനേക്കാൾ പകുതിയിലേക്ക് വരുന്നു. അതായത് 25%ലേക്ക് വരുന്നു. 1ാം ക്ലാസ്സിൽ ചേരുന്ന ഒരു കുട്ടി +2 പൂർത്തിയാക്കുന്ന കണക്കെടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഗുജറാത്തിനകത്തെ ഒരു കണക്ക് വന്നത് 17 ലക്ഷം കുട്ടികൾ ഒരു വർഷം 1ാം ക്ലാസ്സിൽ അധ്യയനത്തിലേക്ക് ചേർന്നുവെങ്കിൽ അവർ +2 പാസ്സാവുന്ന ഒരു കഴിഞ്ഞ കാലത്തെ കണക്കെടുപ്പ് നോക്കുമ്പോൾ അതിൽ വരുന്നത് അത് 7 ലക്ഷത്തിൽ താഴെയായി 5 ലക്ഷത്തിൽ താഴെയായി മാറുന്ന കാഴ്ച ഉണ്ട്. അവിടെ അവരെ ഇവർക്ക് ഭയക്കേണ്ടതില്ല. ഇവർ ഭയക്കുന്നത് ഉപരിപഠനം നേടി പൂർണ്ണ വിദ്യാഭ്യാസം നേടി ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന പ്രഗത്ഭരും അതുപോലെ വിദ്യാസമ്പന്നരും നമ്മുടെ സമൂഹത്തിനകത്ത് ചരിത്ര ബോധമുള്ളവരുമായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായി ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ രാജ്യത്തിനകത്ത് RSSനെ, സംഘപരിവാറിനെ, ഫാസിസ്റ്റ് നയങ്ങളെ അംഗീകരിക്കില്ലെന്നും ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരതയാർന്ന ഒരു ചിന്താഗതിയിലേക്ക് ആളുകൾ സ്വാഭാവികമായി എത്തിച്ചേരുമെന്നും അവിടെ ജാതിയില്ല, മതമില്ല, വ്യത്യസ്തതകളില്ലാതെ മനുഷ്യരെ ഒന്നായി ചേർക്കുമെന്നും തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവർ ആ ഇടപെടൽ നടത്തുന്നത്. ആ തിരിച്ചറിവ് നമ്മൾ 1957 മുതൽ നമ്മുടെ നാടിനകത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ടാവുക BJP ഇതര സംസ്ഥാനങ്ങളിൽ, അതായത് BJP ഭരണകൂടത്തിന് സാധ്യതയില്ലാത്ത, അവർക്ക് കടന്നു വരാൻ കഴിയാത്ത സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ സ്വാഭാവികമായും ഇത്തരം പദ്ധതികൾ തയ്യാറാക്കുന്നത്. അതിനെ അവർ കൊണ്ടുവന്ന മറ്റൊരു മാർഗമാണ് അതിനെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് അതിനെ കൈയടക്കുക. ആ നയത്തിൻ്റെ ഭാഗമായി അവർ രൂപപ്പെടുത്തുകയാണ് ഇതിനെയെല്ലാം കോർപ്പറേറ്റ് മുതലാളിമാരുടെ, ഇതിനെയെല്ലാം പഠിച്ച് വിധേയമാക്കി ഇതിനെയെല്ലാം അതിനെ അരച്ച് കലക്കി കുടിച്ചു എന്ന് മലയാള ഭാഷയിൽ പറയുന്ന പോലെ കുടിച്ചിട്ടാണ് അവർ ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ കേരളത്തിനകത്തൊരു വിദ്യാഭ്യാസ മേഖലക്കകത്തേക്ക് അതിൻ്റെ വളർച്ചയ്ക്ക് നാം നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുക, ലോകത്ത് തന്നെ മാതൃകയായി കേരളം മാറുകയാണ്. ആ മാതൃക തകരണമെങ്കിൽ സാമ്പത്തികമായി തകരണമെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയെ തകർക്കാൻ സമ്പത്ത് കൊടുക്കാതിരിക്കുക എന്നതാണ്. അങ്ങനെ സമ്പത്ത് കൊടുക്കേണ്ടി വന്നാൽ അതിനിടയിലൂടെ തങ്ങളുടെ ഉദ്ദേശങ്ങളെ കടത്തിവിടുക എന്നതാണ് RSS ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ 1957 മുതൽ ഈ നാടിനകത്തെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുകയും പൊതുവിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുവരികയും അതിനകത്ത് ചരിത്രത്തെക്കുറിച്ച്, ഡാർവിൻ്റെ പരിണാമത്തെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, അങ്ങനെ തുടങ്ങി ഇന്ത്യയുടെ ബഹുസ്വരതയെക്കുറിച്ച് എല്ലാം കൃത്യമായി പഠന വിധേയമാക്കി പാഠ്യപദ്ധതി ഉണ്ടാക്കി ഇന്നേ വരെ ആർക്കും കൈകടത്താൻ അനുവദിക്കാതെ കേരളത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും
ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ആ കേരളത്തിനകത്ത് പാഠ്യപദ്ധതിയിലേക്ക് കടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്നത്. ഇത് വിവിധങ്ങളായ മേഖലകൾ, നേരത്തെ പറഞ്ഞ സഹകരണ മേഖലയെ തകർക്കുന്നതിലൂടെ സാമ്പത്തികമായി തകർക്കണം. സ്വാഭാവികമായി നമുക്ക് കിട്ടേണ്ട GST വിഹിതത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് സാമ്പത്തികമായി തകർക്കണം. നാടിനകത്ത് നടത്തുന്ന ലൈഫ് മിഷൻ ആയിക്കോട്ടെ, മറ്റു പദ്ധതികളായിക്കോട്ടെ, പെൻഷൻ ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി സാമ്പത്തികമായി മനുഷ്യൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെ തകർക്കണം, ഇതിനൊക്കെയുള്ള ശ്രമം സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി ശ്രമിക്കും. സാമ്പത്തികത്തിന് വലിയ പ്രാധാന്യം അർപ്പിക്കുന്നവരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തർക്കമില്ല. അവിടെ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. പക്ഷെ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചപ്പോൾ ആരാണതിനെ വിമർശകരായിട്ട് കടന്നു വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് വിമർശകരായിട്ട് കടന്നു വരുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ അളവ് എത്രത്തോളമായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കി. PM ശ്രീ പദ്ധതിയിലൂടെ നമുക്ക് നൽകേണ്ട കോടിക്കണക്കിന് രൂപ തരാതിരിക്കുക എന്നാണ് ലക്ഷ്യം. കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ കൈയടത്താൻ അവർക്ക് കഴിയില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പിന്നെ എന്ത് വേണം? അത്തരമൊരു പദ്ധതിയിൽ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഉണ്ടാക്കി ആ പദ്ധതികളിൽ ഒപ്പുവെക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടേണ്ട വിഹിതം കിട്ടാതിരിക്കുകയും അതുമൂലം കുട്ടികളുടെ പുതിയ ആധുനിക കാലത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ സമ്പത്തിനെ തടയുക എന്നുള്ളതാണ്. ആ സമ്പത്തിനെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് കൈയടത്താൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം വിദ്യാഭ്യാസത്തിനകത്ത് സംസ്ഥാനത്തിൻ്റെതായ അവകാശങ്ങളും അധികാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആ അവകാശവും അധികാരം ഇല്ലാതാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയാണ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾക്കുണ്ടായിരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ അവകാശത്തെ എടുത്ത് കേന്ദ്ര സർക്കാരിന് കൂടി കൈകടത്താവുന്ന നിലയിലേക്ക് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ആ കോൺഗ്രസ്സാണ് ഇന്ന് ഈ PM ശ്രീയുടെ പേരും പറഞ്ഞ് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷത്തെയും CPM-നെയും കേരളത്തെയും ഒരു മടിയുമില്ലാതെ വിമർശിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം BJP-യുടെ സംസ്ഥാന നേതാക്കൾ തന്നെ പറയുകയാണ്. എന്ത്? PM ശ്രീ പദ്ധതി കേരളം നടപ്പിലാക്കേണ്ടതുണ്ടോ എന്ന നിലക്കാണ് ചിലരൊക്കെ ചോദിക്കുന്നത്. കേരളവും പിണറായിയും ഇടതുപക്ഷവും ഒക്കെ BJP-യിലേക്ക് ചേരുകയാണോ? BJP-ക്ക് കീഴ്പ്പെടുകയാണോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാനൊന്ന് ആശ്ചര്യപ്പെട്ടു പോയതിൻ്റെ ഒരു കാര്യം, കേരളം ഇത്രയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായി, ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി ചെറുവിരൽ പോലും അനക്കാത്തവരാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ചർച്ചകളുമായി കടന്നു വരുന്നത്. തീർച്ചയായും പൊതുസമൂഹത്തിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്ക് കഴിയും? സ്വാഭാവികമായും ഇത്തരം ശക്തികൾക്ക് കഴിയും. അതിനുള്ള സംവിധാനങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും അടക്കം കൈവശം വെച്ചിരിക്കുന്നവരാണ്. പക്ഷേ കേരളം എന്ന് പറയുന്ന കേരളത്തിനകത്തെ സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷവും CPM-ഉം നടത്തിയിട്ടുള്ള പങ്ക് ചെറുതാണോ? ഇന്നും ഈ പറയുന്ന സംഘപരിവാരത്തെയും RSSന്റെ നയങ്ങളെയും പ്രതിരോധിക്കുകയും അതിനെ എതിർത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന വേറെ ഏത് രാഷ്ട്രീയ ശക്തി നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്? ലക്ഷ്യം മറ്റൊന്നേ ഉള്ളൂ. ഇന്ന് രാജ്യത്തിനകത്ത് ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ നിലനിൽക്കുന്നുള്ളൂ. 1957 എങ്ങനെയാണോ നമ്മൾ നിന്നിരുന്നത് അതുപോലെയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തിനകത്ത് നമ്മൾ നിലനിൽക്കുന്നത്. 1957 വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിയ മാറ്റം പോലും വിദ്യാഭ്യാസത്തെ സൗജന്യമായി, പൊതുവിദ്യാഭ്യാസത്തെ എല്ലാവർക്കും പഠനവിധേയമാക്കുന്ന ബില്ല് അവതരിപ്പിച്ചതു മുതൽ 59 വിമോചന സമരത്തിന് കാരണമാകുന്ന നിലയിലേക്ക് ആ ബില്ലുകളും ആ നയങ്ങളും മാറിയിട്ടുണ്ട്. EMSന്റെ നേതൃത്വത്തിലെടുത്ത ഭൂപരിഷ്കരണം ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. 57 നിന്ന് 59 കടക്കുന്ന 2 വർഷക്കാലയളവിനകത്ത് രാജ്യത്തിനകത്ത് നടത്തിയ വിമോചന സമര പോരാട്ടവും അതിന് കാരണമായത് ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾ നമ്മുടെ നാടിനകത്ത് നിലനിന്ന് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന നിലയിലേക്ക് നാടിനെ മാറ്റിക്കളയും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് വിമോചന സമരം നടന്നത്. ആ വിമോചന സമരം നടന്നപ്പോൾ കേരളത്തിനകത്തെ സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാർ മടിയേതുമില്ലാതെ മുന്നോട്ട് വന്നെങ്കിൽ ഇന്ന് അതേ കാലത്ത്
അതേ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ, അതേ നിലവാരത്തിൽ, അതേ മുന്നേറ്റത്തിൽ, അതേ ലക്ഷ്യബോധത്തിൽ ഇന്ന് രാഷ്ട്രീയ ശക്തികളും നമ്മളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തകർക്കാൻ കഴിയില്ല. തകർക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള ശക്തി നമ്മൾ പ്രാപിച്ചത് 57-ലെ ആ പോരാട്ടത്തിന്റെ ഭാഗമായി. ഇന്ന് കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാർ പിടിപ്പത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമുദായങ്ങളെ കൂട്ടുപിടിച്ച് നാടിനകത്തെ SDP ആകട്ടെ, വെൽഫെയർ ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, ഏതെല്ലാം വിഭാഗങ്ങളുണ്ട് അവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ തകർക്കാനുള്ള പരിണിത ശ്രമം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാ പരിശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കള്ളപ്രചാരവേലകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയെ വിവാദമാക്കി കൊണ്ടുവന്ന് കേരളം അങ്ങനെ ഇതാ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പുണ്ടാക്കുന്ന നിലയിലേക്ക് മറ്റൊരു ചിന്തയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ആ വാദം പൊളിയുന്ന കാഴ്ച നമ്മൾ കാണും. CPI മന്ത്രിമാർ ഇപ്പൊ രാജിവെക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷെ രാജിവെച്ചില്ല. അങ്ങനെയെങ്കിൽ ഈ സർക്കാരിനെ തന്നെ തകർക്കാമായിരുന്നു. എന്തെല്ലാം കള്ളപ്രചാര വേലകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ പേരിൽ, ശബരിമലയുടെ പേരിൽ, ഇപ്പോ ഏതോ ആളുകൾ ഏതോ കാലത്ത് സ്വർണ്ണപ്പാളിയും കൊണ്ടുപോയി കട്ടുവിറ്റതിന്റെ പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും രാജിവെക്കണമെന്ന് പറഞ്ഞ് നടത്തുന്ന ലഹളകളും ബഹളങ്ങളും എന്താണ്? സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവർ നടത്തി വന്നിരുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? ഇലക്ഷൻ എടുക്കുന്നതോടുകൂടി അവർ നടത്തുന്ന നയങ്ങളും രീതികളും എന്താണ്? രാഷ്ട്രീയമായി തകർക്കാൻ കഴിയുന്നില്ല. രാഷ്ട്രീയമായി തകർക്കാൻ കഴിയാത്തതിനെ അത്തരത്തിൽ സാമൂഹികപരമായി ഏതെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാക്കി അതിനെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്ന് തകർക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആ ശ്രമത്തെ പ്രതിരോധിക്കാൻ ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിന് കഴിയും. അതിനുള്ള കരുത്തുണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ആർജിച്ച വിദ്യാഭ്യാസവും നമ്മൾ ആർജിച്ച നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ രാഷ്ട്രീയ മേന്മയും ആണ്. നല്ല ബോധമുള്ളവരാണ് മലയാളികൾ. നല്ല വിദ്യാഭ്യാസമുള്ളത് കൊണ്ടാണ് നല്ല ബോധമുണ്ടായത്. നല്ല രാഷ്ട്രീയം നമ്മളിലേക്ക് വന്നത് നമ്മളിലെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയ വിവേചന ബുദ്ധിയിലുള്ള തിരിച്ചറിവാണ്. വിവേചനമില്ലാതെ മനുഷ്യന് ജീവിക്കണം എന്ന് നമ്മൾ പഠിച്ചതുകൊണ്ടാണ്. ഏതിനെയെല്ലാം വേർതിരിച്ചെടുക്കണം എന്ന് മലയാളികൾക്കറിയാം. അത് രാഷ്ട്രീയമായിട്ടല്ല സാമൂഹികമായിട്ടും അറിയാം. അതിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തെയാണ് ഈ വർത്തമാന കാലഘട്ടത്തിനകത്ത് നമ്മൾ പ്രതിരോധിക്കുന്നത്. അവിടെയാണ് മുണ്ടശ്ശേരി മാഷുടെ ഈ നയങ്ങളും ഇടപെടലുകളും ഈ സമൂഹത്തെ മാറ്റാൻ എത്രയേറെ കഷ്ടപ്പെട്ടു എന്നതും ഈ സമൂഹം ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിയെങ്കിൽ ഇതിനെ തുടർന്നും നമ്മുടെ നാടിനെ നിലനിർത്തി കൊണ്ടുപോകാൻ ഈ വർത്തമാന കാലഘട്ടത്തിലെ ഓരോ മലയാളിയും ഏറ്റെടുക്കേണ്ടത് മുണ്ടശ്ശേരി മാഷെ പോലെ, EMSനെ പോലെ അവർ നടത്തിയ വിപ്ലവങ്ങളെ, അവർ നടത്തിയ പോരാട്ടങ്ങളെ ഈ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വത്തെ നമ്മൾ ഏറ്റെടുത്തു കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പാണ് മുണ്ടശ്ശേരി മാഷയുടെ ഓർമ്മകളെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന അഭിവാദ്യം, നമുക്ക് നൽകാൻ കഴിയുന്ന അനുമോദനം, നമുക്ക് നൽകാൻ കഴിയുന്ന എല്ലാ പൂച്ചെണ്ടുകളും നമ്മുടെ ഓരോ പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളുമായി മാറേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മുണ്ടശ്ശേരി മാഷയുടെ ഓർമ്മ പുതുക്കുന്ന ഈ വേള തീർത്തും നമ്മുടെ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിന് മുന്നിലേക്കുള്ള ഒരു ചുവടുവെപ്പാവും. മുണ്ടശ്ശേരി മാഷയുടെ ഓർമ്മകൾ കേരളത്തെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തും. മുണ്ടശ്ശേരി മാഷയുടെ ഓർമ്മകൾ നമ്മുടെ നാടിൻ്റെ വളർച്ചയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. അത് എല്ലാ മലയാളികളെയും, നമ്മുടെ നാടിനകത്ത് 5 വയസ്സിൽ 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു കുട്ടി പോലും ഇല്ലാതിരിക്കില്ല. നമ്മുടെ നാടിനകത്ത് 5 വയസ്സെത്തിയ ഒരു കുട്ടി സ്കൂളിലേക്ക് നിർബന്ധമായി എത്തിച്ചേർന്നിരിക്കും. പോകാൻ മടിയുണ്ടെങ്കിൽ അടിച്ചിട്ടാണെങ്കിൽ തല്ലിയിട്ടാണെങ്കിലും രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കും. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും. ഇത് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പേ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ സ്കൂളിൽ പോയ ഒരു കുട്ടിക്കും കേരളത്തെ തകർക്കാൻ വേണ്ടി കഴിയില്ല. അതിൽ രാഷ്ട്രീയമായ കുബുദ്ധിയോടുകൂടി കുൽസിത ചിന്തകളോടുകൂടി പ്രവർത്തിക്കുന്നവർക്കല്ലാതെ കേരളത്തെ തകർക്കണം എന്ന് തോന്നില്ല. എന്നാൽ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ യശസ്സിനെയും തകർക്കുന്ന നിലയിലേക്ക് അധികാരത്തിന് വേണ്ടി ഏത് തരംതാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയപരമായ ഇടപെടൽ നടത്തുന്ന കോൺഗ്രസിനെയും BJPയെയും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്.
സാംസ്കാരിക രംഗത്തോടുള്ള പ്രവർത്തനത്തിൽ നമുക്ക് കൂടുതൽ മികവ് പുലർത്തേണ്ടതുണ്ട്. സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. മുണ്ടശ്ശേരി മാഷിൻ്റെ നേതൃത്വത്തിൽ തന്നെ തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ലക്കകത്ത് നമുക്ക് തന്നെ, തൃശ്ശൂർക്കാർക്ക് തന്നെ ഏറ്റവും അഭിമാനകരമായി മലയാളികളെ എല്ലാവരും ഒന്നടങ്കം അഭിമാനത്തോടു കൂടി കാണുമ്പോൾ, തൃശ്ശൂർക്കാർ പ്രത്യേകമായ അഭിമാനത്തോടു കൂടി നമ്മുടെ നാടിനകത്ത് നിന്ന് രൂപപ്പെട്ട, നമ്മുടെ നാടിനകത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം പൂർത്തിയാക്കിയ, നമ്മുടെ നാടിനകത്തെ സാംസ്കാരിക കേന്ദ്രങ്ങളെ വളർത്തിയ, അത് കേന്ദ്ര സാഹിത്യ അക്കാദമി ആവട്ടെ, കേന്ദ്ര സംഗീത നാടക അക്കാദമി ആവട്ടെ, ഇവയെല്ലാം തൃശ്ശൂരിൽ കേന്ദ്രീകൃതമായി പ്രവർത്തനങ്ങൾ നടത്തുകയും ഇതിനെല്ലാം നേതൃപരമായ പങ്കുകൾ വഹിക്കുകയും വലിയ ഇടപെടലുകൾ നടത്തുകയും ഒക്കെ ചെയ്ത ആളാണ് മുണ്ടശ്ശേരി മാഷി. നമ്മുടെ നാടിനകത്തെ എല്ലാ വളർച്ചയിലും, സാംസ്കാരിക രംഗത്ത്, സാമൂഹിക രംഗത്ത് എല്ലാ മേന്മകളിലേക്കും വഴിതെളിക്കാൻ നമുക്കൊപ്പമുണ്ടായിരുന്ന, നമുക്ക് മുന്നേ പ്രയത്നിച്ച മുണ്ടശ്ശേരി മാഷെ കൂടുതൽ ഓർത്തെടുത്തുകൊണ്ട് മുണ്ടശ്ശേരി മാഷയുടെ ഓർമ്മകളെ ഒരു പോരാട്ടമായി നമുക്ക് നമ്മുടെ നാടിനകത്തേക്ക് വർത്തമാനകാലത്ത് മാറ്റിയെടുക്കാൻ സാധിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, മുണ്ടശ്ശേരി മാഷയുടെ ഓർമ്മകൾക്ക് മുന്നിൽ 100 പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ഇടതുപക്ഷ ഹൃദയപക്ഷം എന്ന കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും DYFIയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, അഭിവാദ്യങ്ങൾ.